ഹായ് ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കളുകടയ്ക്ക ഉണ്ടാക്കാമേ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 1/4 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. ഒരു ചെറിയ തേങ്ങ, ചുമന്നുള്ളി, 1 സ്പൂണ് ജീരകം, ഉപ്പ്, നെയ്യ്. ഈ തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാമേ. ഒത്തിരി നല്ലതായിട്ട് അരയണ്ട. തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചാൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാമേ. 1 സ്പൂണ് നെയ്യ്, ഈ അരച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാമേ. നമുക്കിതെല്ലാം കൂടെ കൈ കൊണ്ട് കുഴച്ചെടുക്കാമേ. ആദ്യമേ നനച്ചിട്ടുണ്ട്. ഇത് പുട്ടിനൊക്കെ നമ്മൾ നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ആദ്യം കൈ കൊണ്ട് നനയ്ക്കണം. എന്നുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാമേ. തിളച്ച വെള്ളമാണേ. തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഇളക്കിയെടുക്കാമേ. ഒത്തിരി വെള്ളം കൂടിപ്പോകില്ല. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നനയ്ക്കുന്നത് പോലെ. ആദ്യം നമുക്ക് തവി കൊണ്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഇളക്കാം. ചൂടായതുകൊണ്ടല്ല കൈ പൊള്ളും. നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാമേ. ചെറിയ ചൂടേ ഉള്ളൂ. ചൂടാറിയിട്ടുണ്ട്. കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ എടുത്ത് ഉരുട്ടുന്നുണ്ണെ ഉരുണ്ട് കിട്ടണം. അതതിൻ്റെ പരുവം. നല്ല കറക്റ്റായിട്ട് ഉരുണ്ട് കിട്ടണം. നമുക്ക് കയ്യിലൊരു ശകലം നെയ്യോ എണ്ണ എന്തെങ്കിലും തൂത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാമേ. ഒത്തിരി വലിപ്പം കൂടിപ്പോയില്ല. വലിപ്പം കൂടിയാൽ ഉള്ളു വേഗാതായിപ്പോവും. നമുക്കെല്ലാം എടുക്കാമേ. എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി വറുത്ത് കോരാമേ. എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണയാണ്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാമേ. നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കാവേ. ഈ കൂട്ടി വെച്ച് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണം. ഇത് ഇട്ട ഉടനെ ഇളക്കല്ല. ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇട്ട ഉടനെ ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. മീഡിയം തീയിലിടാവേ. ആദ്യം നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഫുള്ള് തീ വെക്കണം. അത് കഴിഞ്ഞിട്ട് മീഡിയം തീയിലിട്ടിട്ട് ഇതിനകം എല്ലാം വേഗണം. അല്ലെ അകം വേഗത്തില്ല. പുറമെല്ലാം മൊരിഞ്ഞിരിക്കും. അകം വേഗാതെ ഇരിക്കും. എല്ലാ വർഷവും ഓണത്തിന് എൻ്റെ അമ്മയായിരുന്നു എനിക്കിത് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അമ്മയാണെങ്കിൽ എല്ലാം തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കല്ലേ വെച്ചായിരുന്നു അരച്ച് ഉണ്ടാക്കി തരുമായിരുന്നു. എല്ലാ വർഷവും ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോൾ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗോൾഡൻ കളറാകുന്ന ഒന്ന് എടുക്കാമേ. നല്ല തീ കൂട്ടിയിട്ടിട്ട് വേണം ഇത് കോരുമ്പം കോരാൻ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വേകാൻ. അല്ലെങ്കിൽ ഇത് അകം വേകാതെ കിടക്കും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് അകം നല്ലതായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നല്ല നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാമേ. ഇതിനകത്ത് വേണമെങ്കിൽ എള്ളും ഇടാം. പിന്നെ വെളുത്തുള്ളി ഒരു 2-3 പീസ് നമ്മൾ ആ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലയിടത്തൊക്കെ ഉഴുന്ന് പൊടിയൊക്കെ ഇടും. നമ്മൾ ഉഴുന്ന് പൊടിയൊന്നും ഇട്ടിട്ടില്ല. കളുകടയ്ക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഇനിയും 10 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരെണ്ണം പോലും പൊട്ടിപ്പോകത്തില്ല. നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.